ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം കണ്ടെയ്നർ ഷിപ്പ് അല്ലേ. ഇപ്പം ശരിക്കും എന്തിനാണ് നമ്മൾ കണ്ടെയ്നർ ഷിപ്പ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്? കണ്ടെയ്നർ ഷിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഗുഡ്സ് മറ്റുള്ള കൺട്രികളിൽ എക്സ്പോർട്ട് ചെയ്യുക, പിന്നെ നമ്മുടെ കൺട്രികളിൽ മറ്റുള്ള കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുക, ഗുഡ്സ് എന്ത് ചെയ്യാനാണ്, ട്രാൻസ്ഫർ ചെയ്യാനാണ് കണ്ടെയ്നർ ഷിപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കണ്ടെയ്നർ ഷിപ്പ് എങ്ങനെയാണ് വന്നത്? ഈ കണ്ടെയ്നർ ഷിപ്പ് വരുന്നതിന് മുമ്പ് ഈ ഗുഡ്സൊക്കെ എങ്ങനെയാണ് ട്രാൻസ്ഫർ വേറെ കൺട്രികളിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത്? ശരിക്കും എന്താണ് ഈ കണ്ടെയ്നർ എന്ന് മുതലാണ് ആരംഭിച്ചത്? അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാൽ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെയ്നർ ഷിപ്പ് എന്നുള്ള ഇതിലേക്ക് വന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടെയ്നർ ഷിപ്പ്, ബോക്സ് ഷിപ്പ് അല്ലെങ്കിൽ സ്പെല്ലഡ് കണ്ടെയ്നർ ഷിപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു ചരക്ക് കപ്പലാണ്. അത് ട്രക്ക് വലുപ്പമുള്ള ഇന്റർമോഡൽ കണ്ടെയ്നറുകളിൽ കണ്ടെയ്നറൈസേഷൻ എന്ന സാങ്കേതികതയിൽ വഹിക്കുന്ന ഒരു ചരക്ക് കപ്പലാണ്. കണ്ടെയ്നർ കപ്പലുകൾ വാണിജ്യ ഇന്റർമോഡൽ ചരക്കു ഗതാഗതത്തിനുള്ള ഒരു സാധാരണ മാർഗമാണ്. ഇപ്പോൾ കടൽ വഴിയുള്ള ബൾക്ക് ഇതര ചരക്ക് കൊണ്ടുപോകുന്നു. കണ്ടെയ്നർ കപ്പൽ ശേഷി അളക്കുന്നത് 20 അടി തുല്യമായ യൂണിറ്റുകളിൽ TEU ആണ്. സാധാരണ ലോഡുകൾ 20 അടി 1 TEU, 14 അടി 40 അടി 2 TEU ISO സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകളുടെ മിശ്രിതമാണ്. രണ്ടാമത്തേത് പ്രബലമാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കണ്ടെയ്നർ കപ്പൽ ശേഷി അളക്കുന്ന 20 അടി തുല്യമായ യൂണിറ്റുകളിലാണ്. TEU എന്ന് പറയുന്നത് കണ്ടെയ്നർ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവങ്ങളാണ്. ഓക്കെ, കണ്ടെയ്നർ എത്രത്തോളം നമുക്ക് ഇതിലൂടെ എത്ര TEU എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് ലോകമെമ്പാടുമുള്ള നോൺ ബൾക്ക് ചരക്കിൻ്റെ 19% 90% കൊണ്ടുപോകുന്നത് കണ്ടെയ്നർ കപ്പലുകളിലാണ്. അതിൽ ഏറ്റവും വലുത് 2023 മുതൽ 24,000 TEU-ലധികം വഹിക്കാൻ കഴിയും. ഡ്രൈ കാർഗോയിൽ 2 പ്രധാന തരങ്ങളുണ്ട്: ബൾക്ക് കാർഗോ, ബ്രേക്ക് ബൾക്ക് കാർഗോ. ധാന്യമോ കൽക്കരിയോ പോലെയുള്ള ബൾക്ക് ചരക്കുകൾ പാക്ക് ചെയ്യാതെ കപ്പലിൻ്റെ പുറംചട്ടിയിൽ കൊണ്ടുപോകുന്നു. സാധാരണയായി വലിയ അളവിൽ ബ്രേക്ക് ബൾക്ക് ചരക്കുകൾ വിപരീതമായി പാക്കേജുകളിലാണ് കൊണ്ടുപോകുന്നത്. അവ സാധാരണമായി നിർമ്മിക്കുന്ന ചരക്കുകളാണ്. 1950-കളിൽ കണ്ടെയ്നറൈസേഷൻ്റെ ആവിർഭാവത്തിന് മുമ്പ് ബ്രേക്ക് ബൾക്ക് ഇനങ്ങൾക്ക് കപ്പലിൽ നിന്നൊരു കഷണം വീതം മാനുവൽ ലോഡിംഗ്, ലാഷിംഗ്, അൺലോഡിംഗ് എന്നിവ ആവശ്യമായിരുന്നു. ചരക്ക് 1000 മുതൽ 3000 ക്യൂബിക് അടി, 24 മുതൽ 85 മീറ്റർ വരെ, അല്ലെങ്കിൽ ഏകദേശം 64,000 പൗണ്ട് 29,000 കിലോഗ്രാം വരെ ഒറ്റയടിക്ക് നീക്കി ഓരോ കണ്ടെയ്നറും കപ്പലിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റെവൈഡോറിംഗ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമായി. ഒരിക്കൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ കണ്ടെയ്നറൈസേഷൻ പരമ്പരാഗത ബ്രേക്ക് ബൾക്ക് കാർഗോകൾ നീക്കുന്നതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ഷിപ്പിംഗ് സമയം 84% കുറയ്ക്കുകയും ചെലവ് 35% കുറയുകയും ചെയ്തു. 2001-ൽ ബൾക്ക് അല്ലാത്ത ചരക്കുകളുടെ ലോകവ്യാപാരത്തിൻ്റെ 90% ISO കണ്ടെയ്നറുകളിൽ കൊണ്ടുപോയി. 2009-ൽ ലോകത്തിലെ ഡ്രൈ കാർഗോയുടെ ഏതാണ്ട് 1/4 കണ്ടെയ്നർ വഴിയാണ് കയറ്റി അയച്ചത്. ഏകദേശം 125 ദശലക്ഷം TEU അല്ലെങ്കിൽ 1.19 ബില്യൺ ടൺ മൂല്യമുള്ള ചരക്ക്. സ്റ്റാൻഡേർഡ് ലോഡ് യൂണിറ്റുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ കപ്പലുകൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇംഗ്ലണ്ടിൽ ഉപയോഗിച്ചു. 1766-ൽ വോർഗ്ലി ഗൾഫിൽ നിന്ന് ബ്രിഡ്ജ് വാട്ടർ കനാൽ വഴി മാഞ്ചസ്റ്ററിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനായി 10 തടി പാത്രങ്ങളുള്ള ടാർവേഷണർ എന്ന പെട്ടി ബോട്ട് ജെയിംസ് ബ്രിഡ്ലി രൂപകൽപ്പന ചെയ്തു.
രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ലണ്ടനിൽ നിന്ന് പാരീസിലേക്കുള്ള ആഡംബര പാസഞ്ചർ ട്രെയിനിൻ്റെ ലഗേജുകൾ കൊണ്ടുപോകാൻ ആദ്യത്തെ കണ്ടെയ്നർ കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു. സതേൺ റെയിൽവേയുടെ ഗോൾഡൻ ആരോ, ലാ ഫ്ലേഷ് ഡിയോർ ഈ കണ്ടെയ്നറുകൾ എന്ന ഈ 2 കണ്ടെയ്നറുകളാണ് ലണ്ടനിലോ പാരീസിലോ കയറ്റി ഫ്ലാറ്റ് കാറുകളിൽ ഡോവർ അല്ലെങ്കിൽ കാലൈസ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോയി. എന്താണ് ആരോ എന്ന കണ്ടെയ്നറും ലാ ഫ്ലഷ് ഡിയോർ എന്ന ഈ 2 കണ്ടെയ്നറുകളും എന്ത് ചെയ്തു? കാലൈസ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 1931 ഫെബ്രുവരി ആയപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ വിക്ഷേപിച്ചു. ഇങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ യാത്ര ആരംഭിച്ചത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ദക്ഷിണ റെയിൽവേ യുകെയുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോ കാരിയർ ദക്ഷിണ റെയിൽവേയുടെ കണ്ടെയ്നറുകൾക്ക് 21 സ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആദ്യകാല കണ്ടെയ്നർ കപ്പലുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മിച്ചം വരുന്ന T2 ടാങ്കറുകളിൽ നിന്ന് നിർമ്മിച്ച എണ്ണ ടാങ്കറുകളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. 1951 ഡെൻമാർക്കിലും സിയാറ്റിലിനും അലാസ്കയ്ക്കും ഇടയിൽ ഉദ്ദേശത്തോടെ നിർമ്മിച്ച ആദ്യത്തെ കണ്ടെയ്നർ കപ്പലുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. വാണിജ്യപരമായി വിജയിച്ച ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ മാൽക്കോം മക്ലീൻ്റെ ഉടമസ്ഥയിലുള്ള എഡിയർ എക്സ് T2 ടാങ്കർ ആയിരുന്നു. വാണിജ്യപരമായിട്ട് വിജയിച്ച ആദ്യത്തെ കപ്പൽ എന്നറിയപ്പെടുന്നത് മാൽക്കോം മക്ലീൻ്റെ ഉടമസ്ഥയിലുള്ള എഡിയൽ എക്സ് എന്ന T2 ടാങ്കർ ആയിരുന്നു. അത് അതിൻ്റെ ആദ്യ യാത്രയിൽ നെവാർക്കിലെ ന്യൂജേഴ്സിക്കും ടെക്സാസിലെ ഹൂസ്റ്റണിനുമിടയിൽ 58 മെറ്റൽ കണ്ടെയ്നറുകൾ കൊണ്ടുപോയി. 1955 മക്ലീൻ തൻ്റെ കമ്പനിയായ മക്ലീൻ ട്രക്കിംഗ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായി നിർമ്മിച്ചു. 1955 അദ്ദേഹം വാട്ടർമാൻ സ്റ്റീംഷിപ്പിൽ നിന്ന് ചെറിയ പാൻ അറ്റ്ലാന്റിക് സ്ട്രീംഷിപ്പ് കമ്പനി വാങ്ങുകയും വലിയ യൂണിഫോം മെറ്റൽ കണ്ടെയ്നറുകളിൽ ചരക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ കപ്പലുകളെ രൂപപ്പെടുത്തുകയും ചെയ്തു. 1956 ഏപ്രിൽ 26 ഈ പുനർനിർമ്മിച്ച കണ്ടെയ്നർ കപ്പലുകളിൽ ആദ്യത്തേത് എഡിയൽ എക്സ് ന്യൂജേഴ്സിയിലെ പോർട്ട് നെവാർക്കിൽ നിന്ന് പുറപ്പെട്ടു. ആധുനിക ഷിപ്പിംഗ് പുതിയ വിപ്ലവമുണ്ടായി. ഇങ്ങനെയാണ് ആധുനിക ഷിപ്പിങ്ങിൽ ഒരു പുതിയ വിപ്ലവം സംഭവിച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പാർട്ട് 1 ആണ്. മീൻസ് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പാർട്ട് 1 ആണ്. നമ്മളിന്ന് പറഞ്ഞത് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. ഇനിയും വീഡിയോ വരാനുണ്ട്. ഇത് പാർട്ട് 1 മാത്രമാണ്. നമ്മൾ എന്തായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്? 1956 ഏപ്രിൽ 26 എന്ത് ചെയ്തു? കണ്ടെയ്നർ ഈ കണ്ടെയ്നർ പുനർനിർമ്മിച്ചു. രണ്ടാമത് പുനർനിർമ്മിച്ചു. കണ്ടെയ്നർ കപ്പലുകളിൽ ആദ്യത്തേത് എഡിയൽസ് എക്സ് എന്ന കപ്പൽ ന്യൂജേഴ്സിയിലെ പോർട്ട് നെവാർക്കിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആധുനിക ഷിപ്പിങ്ങിൻ്റെ ഒരു വിപ്ലവമാണ് അങ്ങനെ ഉണ്ടായത്. ഓക്കെ, നമുക്കിതിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണ്. അപ്പം നമ്മുടെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2 വീഡിയോ അടുത്തായി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം നമ്മുടെ വീഡിയോ കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.